മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സ്ഥിതി ആകെ മാറി മറിയുന്നു. BJPക്ക് 7-8 MP കൂടെ സ്വന്തം പാളയത്തിലേക്ക് വരുന്നു. ഇത് മൊത്തത്തിൽ UP പറയുന്ന ഇന്ത്യ സഖ്യത്തിന് അതല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ വലിയ തിരിച്ചടിയായി മാറുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. ചുരുക്കം പറഞ്ഞാൽ ശരത് പവാറിന്റെ നീക്കം മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ഞെട്ടിക്കും. ശരിയാവും? അല്ല, ഞെട്ടിക്കുന്ന NDA ഞെട്ടിക്കും. ഇപ്പൊ എങ്ങനെ വന്നാലും നമ്മൾ തമാശ രൂപമാണ് പറയില്ല, എങ്ങനെ വന്നാലും മോദിക്ക് നമ്മൾ പറയത്തില്ല, ചില ജാതകം പറയില്ല, എങ്ങനെ വന്നാലും മോദിക്കാകണം. നമ്മൾ പറയുന്നത് ശരിയല്ല. യുദ്ധം നടന്നാലും ഇന്ത്യക്ക് ഗുണം. ഇപ്പൊ കഴിഞ്ഞ സിന്ധുവിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിലെ വളർച്ചയും ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്ക് ഉണ്ടായ ഒരു നേട്ടവും ഏതെങ്കിലും ഒരു രാജ്യത്ത് യുദ്ധത്തിന് ശേഷം അങ്ങനെ സംഭവിച്ചു ഒന്നുമില്ല. ഇപ്പൊ ഇന്നലെ ഇദ്ദേഹം ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന് ചിത എരിഞ്ഞടങ്ങിയില്ല. അതിനുമുമ്പ് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരത് പവാർ, നമ്മൾ വിചാരിച്ചു ഈ 41 MLA ശരത് പവാർ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും, അതൊരു അപകടത്തിലാവും. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംഭവം ഒരുപക്ഷെ ഇവരെ BJPയുടെ കൂടെ, അതായത് രാഷ്ട്രീയമായിട്ട് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവും നമ്മൾ വിചാരിച്ചു. കാരണം ഈ 41 MLA തിരിച്ച് ശരത് പവാറിന് കൊണ്ടുപോയാൽ ശരത് പവാറിന് പഴയ പ്രതാപം ഏറ്റെടുക്കാൻ പറ്റും. എന്നാൽ ശരത് പവാറിന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ 50 MLA ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഭരണത്തിൽ പുള്ളി ഉള്ളപ്പോഴും ഇല്ലപ്പോഴും 50 കൂടുതൽ പുള്ളിക്ക് ഉണ്ടാവും, ഭരിക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ കയറി ഭരണം വരും. എങ്ങനെ വന്നാലും 50 അങ്ങനെ ഒരു ഫിക്സഡ് ആയിരുന്നു. ഇപ്രാവശ്യം അത് നോക്കിയപ്പോൾ അത് 11 ഉള്ളൂ. 41 MLA മരുമോന്റെ കൂടെ. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച ഒരുപക്ഷെ ഇപ്പം നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശരത് പവാറിന്റെ കൂടെ ഇപ്രകാരം ഒന്നിച്ചാ മത്സരിച്ച്. അപ്പൊ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കിയില്ല. അതുപോലെ ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലും അവർ ഒന്നിച്ചാ ഇപ്പം മത്സരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 8-ാം തീയതി, അടുത്ത മാസം 8-ാം തീയതി ഇത് ലയിക്കാനിരുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇദ്ദേഹത്തിന്റെ മരണം. അതുകൊണ്ട് തന്നെയാണ് മരണത്തിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയം പറഞ്ഞത്. ആൾക്കാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരത് പവാർ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരാളാണ്. പക്ഷെ രാഷ്ട്രീയ നേട്ടത്തിൽ അപ്പം ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, സ്വാഭാവികമായിട്ടുള്ള അപകടമായിരിക്കാം, അങ്ങനെ ആകട്ടെ. പക്ഷേ ഇപ്പം വരുന്ന റിപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വലിയ ഒരു നേട്ടമുണ്ട്. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇവർ ഒന്നിച്ചു കൂടുമ്പോൾ ഇവരുടെ 41-ഉം 11-ഉം 52 MLA ഉണ്ടാകും. അപ്പം ശരത് പവാറിന്റെ കൂടെ നിൽക്കുന്ന ഈ 11 MLA അകത്ത് നിന്ന് ഒരു പുനഃസംഘടന അല്ലെങ്കിൽ എന്തായാലും കൂട്ടിച്ചേരൽ വരുമ്പോൾ മന്ത്രിമാരെ മാറ്റിയിട്ട് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ശരത് പവാറിന് താല്പര്യമുള്ളവരെയും കൂടെ ഈ പറയുന്ന മന്ത്രിസഭയിൽ, മഹാരാഷ്ട്രയിൽ മന്ത്രിസഭയിൽ കൊണ്ടുവരിക, ഫഡ്നാവിസ് മന്ത്രിസഭയിൽ കൊണ്ടുവരിക. അതുപോലെ അദ്ദേഹത്തിന്റെ മകൾക്ക് കേന്ദ്രമന്ത്രിയാകാം. ഇപ്പോൾ ഒരു MP അജിത് പവാറിനുള്ളത്. കഴിഞ്ഞ 2024 അജിത് പവാറിന് കോട്ടവും ശരത് പവാറിന് നേട്ടവുമായിരുന്നു. 8 MP ശരത് പവാറിന്റെ കൂടെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ 9 MP അപ്പം ഇവർക്ക് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ഏതാണ്ട് 8 MP കൂടെ കൂടുതൽ വരിക. മനസ്സിലാവുന്നുണ്ട്? ഇത് ഈ ഒരു ലേനത്തോടു കൂടി, അതായത് പൂർണ്ണമായിട്ടും ശരത് പവാറിന്റെ ഗ്രൂപ്പ്. ശരത് പവാറിന്റെ ഗുണം കാരണം പഴയ തട്ടകം അതേപോലെ മരിക്കുന്നതിന് മുമ്പ് മകളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാം എന്നുള്ളൊരവസ്ഥ വരും. അല്ലെങ്കിൽ ഈ തട്ടകം ഇവർ രണ്ടായിട്ട് വീഴ്ച നിന്നാൽ ഒരുപക്ഷെ ഈ ശരത് പവാർ ഉണ്ടാക്കിയ NCPക്ക് മഹാരാഷ്ട്രയിൽ ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന് തോന്നിയതാണെന്നാണ് ഇവരുടെ ഈ അനവസരത്തിലെ ചർച്ചയ്ക്ക് പോലും കാര്യമെന്ന് മനസ്സിലായത്. കാരണം 41 MLA കിട്ടിയപ്പോൾ ഇപ്പം അജിത് പവാർ നോക്കിയപ്പോൾ ഇത് വിഭജിച്ച് മുന്നോട്ട് പോകുന്നിടത്തോളം BJP അവരുടെ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ ആ BJPയുടെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിച്ചു വരുന്നത്. അപ്പം ആ ഒന്നിച്ചൊരു വരിയലിന് വേണ്ടി സാധിക്കും. സുപ്രിയ, അദ്ദേഹത്തിന്റെ മകൾക്ക് വലിയൊരു പദവി കിട്ടും. ഇപ്പം ഇദ്ദേഹത്തിന്റെ ഭാര്യയെ വീണ്ടും ഉപമുഖ്യമന്ത്രി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയും അവിടെ നടക്കുന്നെന്ന് പറയുന്നു. ഏതായാലും ഒരു വലിയ രാഷ്ട്രീയം ഈ പറയുന്നിടത്ത് രഹസ്യമായിട്ടാണെങ്കിൽ പോലും നേരത്തെ തീരുമാനിച്ചതാണെന്ന് പറയുന്നെങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ ഈ അധികായകന്റെ അല്ലെങ്കിൽ ഈ അജിത് പവാറിന്റെ ചിത എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് അവിടെ ആലോചിക്കുന്നു, തീരുമാനിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ശരത് പവാറിന് ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. കാരണം BJPയുടെ കൂടെ നിന്നല്ലേ എങ്കിൽ മാത്രമേ ഇനി വളർച്ച ഉണ്ടാവും. ഇപ്പം ഒരുപക്ഷെ ഈ ശരത് പവാറും അജിത് പവാറും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു ലേന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഫെബ്രുവരി മാസം 2ാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ അത്തരം ഒരു ലേന നീക്കം നടത്തുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ഒറ്റ NCP ആയിട്ട് മാറുന്നു. 8-ാം തീയതി അല്ലേ, അതായത് 7 കഴിഞ്ഞ തീരുമാനിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നീക്കം കൂടെ നടത്തി കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണി അല്ലെ ബാക്കിയുള്ള പ്രതിപക്ഷ കക്ഷികൾ അവർക്കൊന്നും തന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ശരത്
പവാറിന് 2 ലക്ഷ്യമുണ്ട്. കാരണം ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിച്ച ആളാണ് ശരത് പവാർ. പക്ഷേ സോണിയാഗാന്ധിയും അനുചരന്മാരും കൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊക്കെ തട്ടിത്തെറിപ്പിച്ച ഇനി ഒരു പ്രധാനമന്ത്രി ആകാനുള്ള ഭാഗ്യമൊന്നും ശരത് പവാറിനില്ല. ഇനി തൻ്റെ അനന്തരാവകാശികൾക്ക് മകൾക്കൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥാനം കിട്ടണം. അതല്ലെങ്കിൽ ശരത് പവാറിന് തന്നെ ഒരു സ്ഥാനം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ BJPയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നേട്ടമുള്ളൂ എന്നും കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്ക് ഇനി രാജ്യത്ത് വ്യക്തതയില്ല, അല്ലെ സ്ഥിരതയില്ല എന്നും ശരത് പവാർ മനസ്സിലാക്കി. മാത്രമല്ല BJPയുടെ അല്ലെ NDAയുടെ ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നത് തങ്ങൾക്ക് മഹാരാഷ്ട്രയിലും ഗുണം ചെയ്യും, ദേശീയ തലത്തിൽ ഇപ്പം ഇന്ത്യയുടെ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിനും ഗുണം ചെയ്യുമെന്ന് ഈ രാഷ്ട്രീയ ചാണക്യനായ ശരത് പവാർ മനസ്സിലാക്കി എന്നല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്. അതിനകത്ത് വലിയ പൊളിറ്റിക്സ് ഉണ്ട് സിനിജ്. കാരണം അദ്ദേഹം രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുമ്പോൾ ആ ചാണക്യം മൊത്തം പോയി. ഇനി അദ്ദേഹത്തിന് തിരിച്ചുവരവിന് ഇത് ആവശ്യമാണ്. കാരണം ഇതിനകത്ത് ഇപ്പം ഈ രീതിയിലുള്ള ഓപ്പറേഷൻ തിരിച്ചുവരവ് അത് ഒരുപക്ഷെ ഇങ്ങനെ ആകട്ടെ, അല്ലെങ്കിൽ പവാറിന്റെ കൂടെ കൂടട്ടെ എന്ന് അന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്, മരണത്തിന് മുമ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ പോലും ഇപ്പം ഈ 41 MLA-മാരെ ചിലപ്പോൾ അവർ വിളിച്ചാൽ അങ്ങോട്ട് പോവോ? ഒരു അധികാര സ്ഥാനത്ത് നിൽക്കുന്നവരല്ലേ. അപ്പൊ അവരെ കൂട്ടി നിർത്തേണ്ടത് ഇയാളുടെ ഇപ്പോഴത്തെ ആവശ്യം. അയാൾ ചാണക്യൻ തന്നെയാണ്. അപ്പൊ അയാൾ ഇങ്ങോട്ട് വന്നായാലും അയാളുടെ NCP അയാൾ ഡെവലപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതിന് അയാള് കോംപ്രമൈസ് തയ്യാറാവും. അയാൾ അത്ര വലിയ മനുഷ്യനാണ്. കാരണം അയാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാമ്പത്തികവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനവും അത് കളഞ്ഞു കുളിക്കാൻ അയാൾ തയ്യാറാവില്ല. എന്തു വേണമെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ബാർഗെയിനിങ് കപ്പാസിറ്റി എപ്പോഴും ഉണ്ടായിരുന്ന അയാൾക്ക് ഇപ്പൊ അയാളോട് ആ കപ്പാസിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് എങ്ങനെ ഇതിനകത്തോട് തിരിച്ചു വേണം, അപ്പോഴാ ഒരു അവസരം കിട്ടുന്നത്. രണ്ടാമത് നമ്മൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചുകൊണ്ടോ? കാരണം നമ്മൾ പറയത്തില്ലേ, ഇത്രയും ഗതികെട്ടവനെ കണ്ടിട്ടില്ലെന്ന് പറയുന്നതൊക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ. കാരണം ഇത് ഉണ്ടാക്കിയവൻ BJP പോയി. ആരാ? നിതീഷ് കുമാർ. ഒന്ന് ആലോചിച്ചു. അതിനുശേഷം സോണിയാഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ ഏൽപ്പിരുന്ന ആളാ ശരത് പവാർ. അല്ല, വലിയ നേതാവ് തന്നെയാണ്. അയാൾ വിളിച്ചാൽ നോ ഞാൻ പാടുള്ള നേതാക്കന്മാരെ ഉണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ. കാരണം അത്രയ്ക്ക് പഴക്കമുള്ള നേതാവ്, അല്ലെങ്കിൽ അത്രയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും അയാള് സ്വാധീനമുള്ള തീരുമാനിച്ചാൽ കാര്യങ്ങൾ നടക്കുന്ന നേതാവ്. അയാള് അവസാനം ഇതിനകത്ത് തോന്നുന്നു. അല്ല, ഇതിന്റെ അവസാനത്തെ ഒരു ഗതികേട് എന്തുമായിരിക്കും? ഇപ്പം തന്നെ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഏതാണ്ട് പ്രധാനപ്പെട്ട NDTV ആണോ, എനിക്ക് ഏത് TV ആണെന്നൊരു സർവേക്കകത്ത് ഇപ്പോഴത്തെ നിലവിൽ ഇപ്പം നടത്തിയാൽ BJP ഇന്ത്യ ടുഡേ അല്ലേ ഇപ്പൊ നടത്തി കഴിഞ്ഞാൽ ഈ BJPക്ക് ഒറ്റയ്ക്ക് 285 സീറ്റ് കിട്ടും. അത് ആലോചിച്ചു. അപ്പോൾ ഈ ഇതുവരെ ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്ന സ്വാധീനം ഒറ്റയടിക്ക് കുറയുക. ഇന്ത്യ മുന്നണിക്ക് നിലവിലും 260ഓളം സീറ്റ് ഉണ്ടായിരുന്നു. അത് 180 സീറ്റായിട്ട് കുറയുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് ഓരോ വർഷം കഴിയുന്നതോടും ജനപ്രീതി കൂടിക്കൂടി വരുന്നു. അത് ഒരു കാലത്തും ഒരു രാജ്യത്തും ഒരു പാർട്ടി ഭരിച്ചാലും എത്ര വൃത്തിയായിട്ട് ഭരിച്ചാലും ഉണ്ടാവാത്തൊരു സാധനമാണ്. കാരണം ആന്റി വികാരം എത്ര തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും അതിനകത്ത് മാത്രമല്ല അതങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ പുറകെ വർക്കിയില്ല. ആ സമയത്താണ് ഇത് നരേന്ദ്രമോദിയുടെ കേസ് വരുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ BJP ഇപ്പോഴത്തെ ഇത് കൂടിക്കൂടി വരുമോ? അല്ലെന്നോ, അത് വല്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ ഏതായാലും ഇപ്പം ഇതിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പം പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ഈ ശരത് പവാർ ഈ ഇന്ത്യ മുന്നണി വിട്ട് NDAയിലേക്ക് വരുന്നു, അവർ ഒന്നിക്കുന്നു. അതിനുശേഷം സുപ്രിയ അന്നേരം കേന്ദ്രമന്ത്രിയാക്കും. അദ്ദേഹത്തിന്റെ ഭാര്യ ഉപമുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, അത് ഉറപ്പാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ മകൻ MLA ആണെന്ന് തോന്നുന്നു. അതൊക്കെ പിന്നെ വരുന്ന ഡെവലപ്മെന്റ്സ്. ഇതിനകത്ത് വേറെ മനസ്സിലാക്കണേ, ഈ കേരളത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി 2-3 മാസം കൂടെ ഉള്ളൂ. ഈ NCP രണ്ടും ദേശീയ തലത്തിൽ ഒന്നിക്കുമ്പോൾ കേരളത്തിലൊരു NCP ഉണ്ട്. ഈ NCP എവിടെ നിലകൊള്ളും? അപ്പോൾ BJPക്ക് ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകുകയും NCP ഈ NDAയുടെ ഭാഗമായിട്ട് കേരളത്തിൽ വരികയും ചെയ്താൽ LDFനും UDFനും അതൊരു തിരിച്ചടിയായി മാറില്ലേ കേരളത്തിൽ? ഉറപ്പായിട്ടും മാറുമല്ലോ. കാരണം ഘടകകക്ഷികൾ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പിനനുസരിച്ചുള്ള തീരുമാനമല്ലേ എടുക്കാൻ പറ്റും. അതെ, അപ്പൊ ഘടകകക്ഷികൾ കൂടി വരുന്നു അല്ലെ NDA മുന്നണി. അപ്പൊ ചുരുക്കം പറഞ്ഞാല് മഹാരാഷ്ട്രയില് ശരത് പവാർ ഒരു കളിക്ക് തുടക്കമിടുന്നു. ഈ കളിയുടെ അനന്തരഫലം പ്രതിപക്ഷ കക്ഷികൾ ഛിന്ന ഭിന്നമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ. അതായത് അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്കകത്ത് ഇനി ഒള്ളി മമതാ ബാനർജി, അതിനകത്ത് അവർ ഇതിനെ അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല, ഞാനാണെങ്കിൽ ഇന്ത്യ മുന്നണി, ഇല്ലെങ്കിൽ നീ പോടാ മുന്നണി. അതെ, അതാണ് ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.